ഇപ്പോൾ കോട്ടയ്ക്കൽ നഗരസഭാ അധ്യക്ഷ മാധ്യമങ്ങളെ കാണുന്നു. ഡോക്ടർ ഹനീഷ തത്സമയം. സസ്പെൻഡഡ് ആണ്. 28 ആള് നമ്മളിപ്പോ പരിശോധന തന്നെ സസ്പെൻഡഡ് ആണ്. ഇനി അത് ബാക്കി ഉണ്ടാവും. ലിസ്റ്റ് വരാൻ പോവാണ്. നമ്മൾ പെൻഷൻ ഐ ഡി വെച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുക. 42 ഗുണഭോക്താക്കളിൽ 38 പേരും അനർഹരായ കോട്ടയ്ക്കൽ നഗരസഭയുടെ നഗരസഭാ ചെയർപേഴ്സണാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ അവർ പറഞ്ഞു വെക്കുന്നത്. ഏതായാലും വലിയൊരു ക്രമക്കേട് കണ്ടെത്തിയ പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. വലിയ തോതിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഉദ്യോഗസ്ഥർക്കെതിരെ അടക്കം വിജിലൻസ് അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മറ്റു ചില വാർത്തകളിലേക്ക് കൂടി നമുക്ക് പോകണം. ഏഴാം വാർഡിൽ മാത്രം ഒരു വാർഡിൽ മാത്രം 38 പേർ അനർഹരായി കടന്നുകൂടി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ബന്ധപ്പെട്ട കൗൺസിലർ അടക്കം അത് അവർക്ക് അതിന്റെ വസ്തുത അറിയേണ്ടതായിരുന്നില്ലേ? അവരുടെ കൂടി അറിവോടുകൂടിയല്ല അത്തരത്തിൽ ഈ പെൻഷൻ വിതരണം ചെയ്യപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും അവരൊക്കെ ഒരു പങ്ക് സ്വാഭാവികമായിട്ടും ഉയരുന്നില്ല. ഏഴാം വാർഡിന്റെ കാര്യം ഒന്നുകൂടെ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം അവിടെ ആര്യവൈദ്യശാല ജീവനക്കാർ കൂടുതലായിട്ടുള്ളതാണ്. അപ്പൊ അതിൽ എങ്ങനെയാണോ ആ അനർഹരായിട്ടുള്ളതിന്റെ എങ്ങനെ അനർഹരായി എന്നുള്ളതിന്റെ റിപ്പോർട്ട് നമുക്ക് ലഭ്യമായിട്ടില്ല. ചിലപ്പോൾ അത് ഇരട്ട പെൻഷൻ ആയിരിക്കാം. കാരണം വൈദ്യശാല ജീവനക്കാര് റിട്ടയർഡായ ജീവനക്കാരുള്ള വാർഡാണ്. അപ്പൊ അങ്ങനെ വല്ലതും അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പരിശോധിക്കണം. അതാ പറഞ്ഞത് 2022 കൂടി 28ഓളം പെൻഷനുകള് റദ്ദാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇനി ആ ലിസ്റ്റ് വരും. അതിൽ എത്ര പേര് ഇനിയും പെൻഷൻ വാങ്ങുന്നുണ്ടോ തീർച്ചയായിട്ടും അവർ പെൻഷൻ തിരിച്ചടക്കേണ്ടി വരും. അതിനുള്ള തുടർ നടപടി സ്വീകരിക്കേണ്ടി വരും. ഉദ്യോഗസ്ഥ തലത്തിൽ വന്ന ക്രമക്കേട് നമ്മൾ പരിശോധിക്കും, തുടർ നടപടി സ്വീകരിക്കും. അല്ല, ഞാൻ പറയില്ലേ, എങ്ങനെ അനർഹരായി എന്നുള്ള റിപ്പോർട്ട് ഇതുവരെ ലഭ്യമായിട്ടില്ല. എങ്ങനെയാണ് അവർ അർഹരായത്? വീടിന്റെ സ്ക്വയർ ഫീറ്റ് പ്രകാരമാണോ അല്ലെങ്കിൽ മറ്റ് ഇരട്ട പെൻഷൻ പ്രകാരമാണോ? ഒന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. അപ്പൊ അത് പരിശോധിച്ച് അതിനുള്ള നടപടി സ്വീകരിക്കും. ഈ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള തെളിവാണ് 21 വന്ന റിപ്പോർട്ടിന് ശേഷം ഇങ്ങനെ ഒരു പരാതി നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ രണ്ടാമത് അത് റിവ്യൂ ചെയ്തിട്ട് 2022 കൂടി നമുക്ക് പെൻഷൻ റദ്ദാക്കപ്പെട്ടിട്ടുണ്ട്. എത്രത്തോളം പെൻഷൻ റദ്ദാക്കപ്പെട്ടു എന്നും ഇനി ആരെങ്കിലും അനർഹർ ഈ ലിസ്റ്റിൽ പെൻഷൻ വാങ്ങുന്നുണ്ടോ എന്നും കൂടെ പരിശോധിക്കാൻ നമുക്കൊന്ന് ഒരല്പ സമയം വേണം. അത് തിരിച്ചെടുക്കാനുള്ള നടപടിക്രമം ചെയ്യണം. അത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കട്ടെ. ഇപ്പൊ ഇന്ന് രാവിലെ വന്ന ഒരു ന്യൂസാണ്. നമുക്കത് പരിശോധിക്കാൻ സമയം വേണം. ഈവൻ ഈ ലിസ്റ്റിൽ മുഴുവൻ പേരും പെൻഷൻ റദ്ദാക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. അതൊന്ന് ചെക്ക് ചെയ്യട്ടെ. ചിലപ്പോൾ 2022 കൂടി ഈ അനർഹർ മുഴുവൻ നമ്മൾ റദ്ദാക്കപ്പെട്ട ലിസ്റ്റിലുണ്ടാവും. തുടർ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ, അവർക്ക് ലെറ്റർ പോയിട്ടുണ്ടോ എന്നെല്ലാം മുനിസിപ്പൽ തലത്തിൽ ഒന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. ഇല്ല, ഫിനാൻസിൽ നിന്ന് നമുക്ക് വേറെ ലെറ്റർ ഒന്നും വന്നിട്ടില്ല. ഈ 63 പേര് അനർഹരാന്ന് കണ്ടെത്തിയതിനു ശേഷം ധനവകുപ്പിൽ നിന്ന് ഇല്ല, നമുക്ക് ഈ ഒരു 14 അപേക്ഷകൾ മുഴുവൻ സമർപ്പിക്കാൻ പറഞ്ഞു. 14 അപേക്ഷകൾ നമുക്ക് മുനിസിപ്പാലിറ്റിക്ക് സമർപ്പിക്കാൻ പറ്റുള്ളൂ. പിന്നെ കുറച്ച് സമയം നീട്ടിക്കിട്ടണം എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പോയ ലാസ്റ്റ് ലെറ്ററാണ് ഇപ്പൊ കിടക്കുന്നത്. അതിനുശേഷം അതായത് 2022 അതിനുശേഷം നമുക്ക് മറ്റുള്ള കത്തിടപാടുകളൊന്നും ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും ഇങ്ങനെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴാണല്ലോ നമ്മൾ കൂടുതലായിട്ട് അതിനെ കുറിച്ച് അന്വേഷിക്കാം. അപ്പൊ 32 വാർഡിലും ഇതിനെക്കുറിച്ച് സമഗ്രമായിട്ട് അന്വേഷിക്കും. ആരെങ്കിലും ഈ ലിസ്റ്റിൽ അനധികൃതമായിട്ട് പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ എല്ലാവരും 32 വാർഡിലും വാങ്ങുന്നുണ്ടെങ്കിൽ കർശനമായ നടപടിയെടുക്കും. കാരണം ഉദ്യോഗസ്ഥ തലത്തിൽ പോയി പരിശോധന നടത്തിയതിന്റെ റിപ്പോർട്ടിലാണ് നമ്മൾ ഈ ഒരു പെൻഷൻ അനുവദിക്കുന്നത്, കൗൺസിൽ അനുവദിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും 5400ഓളം ആളുകൾ പെൻഷൻ വാങ്ങുന്നുണ്ട്. അപ്പൊ അടക്കമുള്ള ആളുകൾ ഇത്തരത്തിൽ പെൻഷൻ വാങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥര് ആ രീതിയിൽ ഒഴിച്ചുണ്ടാക്കി പോലും മുനിസിപ്പാലിറ്റിയുടെ ശ്രദ്ധയിലും പെട്ടില്ല. കൗൺസിൽ ഒന്നടങ്കം ഇത്തരത്തില് സാമ്പത്തികമായി ഉയർന്ന രീതിയിലുള്ള ആളുകൾ പെൻഷൻ വാങ്ങുന്നതിനോട് ആരും സഹകരിക്കുന്നതല്ല. കൗൺസിൽ ഒന്നടങ്കം ഇതില് ക്രമക്കേട് വന്നിട്ട് BMW കാറുള്ളവർ വാങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നടപടി എടുക്കേണ്ടതാണ്. അത് ഞാൻ ഈ പറഞ്ഞില്ല, ഇതിന് ശേഷം നമുക്കൊരു തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല, ഒരു കത്തും നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷെ ഇനിയും നമുക്ക് സമയമുണ്ടല്ലോ, തെറ്റുകൾ തിരുത്താൻ സമയമുണ്ട്. അപ്പൊ ഇപ്പോഴും ആരെങ്കിലും ഈ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ സസ്പെൻഡ് ചെയ്യപ്പെടാതെ 2022 ശേഷം ആരെങ്കിലും ഈ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ തുടർ നടപടി സ്വീകരിക്കും. അവർ വാങ്ങിയ പെൻഷൻ മുഴുവൻ തിരിച്ചടക്കാനുള്ളത് അത് സ്വീകരിക്കും. ഈ
62 ആളുടെ മാത്രമല്ല 63 ആളുടെ മാത്രമല്ല 32 വാർഡുകളിലും നമ്മൾ വീണ്ടും പരിശോധന നടത്തി അനർഹരുണ്ടെങ്കിൽ കണ്ടെത്തി തുടർ നടപടി സ്വീകരിക്കും. കോട്ടക്കൽ നഗരസഭാ അധ്യക്ഷയാണ് ഡോക്ടർ ഹനീഷയാണ് മാധ്യമങ്ങളെ കണ്ടത്. കോട്ടക്കലിലെ 7ാം വാർഡിലെ ക്രമക്കേട് പ്രത്യേകമായി അന്വേഷിക്കും. മറ്റ് 32 വാർഡുകളിലും സമഗ്രമായ അന്വേഷണം നടത്തുമെന്നാണ്. റിപ്പോർട്ട് കിട്ടിയാൽ പരിശോധിക്കും എന്നും കോട്ടക്കൽ നഗരസഭാ അധ്യക്ഷ വ്യക്തമാക്കുന്ന സാഹചര്യമാണ്.